ഹലോ അസ്സാം വലൈക്കും. എല്ലാവരും സുഖവും സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ റെസിപ്പി വീഡിയോസൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ GMK റെസിപ്പീസ് എന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ എല്ലാ റെസിപ്പി വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും. GMK റെസിപ്പീസ് മറക്കരുത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്തേക്കുന്നത് നമുക്ക് സമോസയുടെയും സ്പ്രിംഗ് റോളിൻ്റെയും ഷീറ്റ്സ് എങ്ങനെ വീട്ടിൽ ഓവനൊന്നും ഇല്ലാതെ സ്റ്റൗ ടോപ്പിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുമെന്നാണ് വീഡിയോ. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 400 ഗ്രാം മൈദയുടെ പൊടി എടുത്തിട്ടുണ്ട്. ആ 400 ഗ്രാം മൈദയിലേക്ക് നമുക്ക് ഒരു 250 മില്ലി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 400 ഗ്രാം മൈദയിലേക്ക് 250 മില്ലി വെള്ളം. അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ 400 ഗ്രാം മൈദ, 250 മില്ലി വെള്ളം, പിന്നെ 2 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് യോജിപ്പിച്ചെടുത്തിട്ട് നല്ലോലൊന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുത്തിട്ട് നമുക്കിതാ ഇതുപോലെ ഒരു വലിയൊരു ബോളാക്കി മാറ്റിയിട്ട് അതിലേക്ക് അല്പം എണ്ണ, ഏത് എണ്ണയായാലും കുഴപ്പമില്ല, സൺഫ്ലവറോ വെളിച്ചെണ്ണയായാലും പ്രശ്നമൊന്നുമില്ല, അത് ജസ്റ്റ് ഒന്ന് തടവിയിട്ട് നമുക്കൊരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് അത് നല്ലോലൊന്ന് കവർ ചെയ്ത് വെക്കാം. ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 15 മിനിറ്റ്. ഇനി നമുക്ക് 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ആ മാവ് പ്ലാസ്റ്റിക് റാപ്പിൽ നിന്ന് നമുക്കത് മാറ്റിയിട്ട് നമുക്കത് വലിയൊരു ഉരുളയാക്കി മാറ്റാം. നമുക്ക് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് നമുക്ക് ഇത് ചെറിയ ചെറിയ ബോൾസായിട്ട് കട്ട് ചെയ്തെടുക്കാം. നല്ലൊന്ന് റോൾ ചെയ്ത് കൊടുത്തിട്ട് ഞാനിത് ഇവിടെ ഒരു 15 പീസാക്കി ഞാനിത് കട്ട് ചെയ്ത് വെക്കുവാണ്. ഈ 15 പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മളിതെല്ലാം ഒന്ന് ബോൾ രൂപത്തിലൊന്ന് ഉരുട്ടിയെടുക്കുക, ഒരു ബോൾ രൂപത്തിലാക്കിയെടുക്കുക. അതുകൊണ്ട് ഇതുപോലെ. ഇനി ഞാൻ ഇത് കുറച്ച് മാവ് ടേബിൾ ടോപ്പിൽ വിതറി കൊടുത്തിട്ട്, മൈദ മാവ് തന്നെയാണ്, എന്നിട്ട് നമുക്ക് ഈ ഓരോ ബോൾസും ഒന്ന് പരത്തിയെടുക്കാം. ഒരുപാട് അങ്ങ് കട്ടി ഉറക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതി. ഇതാ ഇതുപോലെ. ഇതുപോലെ ഓരോ ബോൾസും നമുക്ക് പരത്തിയെടുക്കാം. നമ്മൾ ഈ പരത്തിയെടുത്ത ഓരോ ഷീറ്റും ഇതുപോലെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഓയിൽ വെച്ച് ബ്രഷ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ ഓയിലെടുത്ത് ബ്രഷ് ചെയ്ത് കൊടുക്കണം. സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ ഏത് ഓയിലായും യൂസ് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് മൈദയുടെ പൊടി ഒന്ന് ജസ്റ്റ് നമുക്ക് വിതറി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ അടുത്ത ഈ ഒരു ഷീറ്റ് എടുത്ത് വെച്ചിട്ട് വീണ്ടും നമുക്ക് ഇതുപോലെ ഓയിൽ നല്ലപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വീണ്ടും മൈദയുടെ പൊടി വിതറി കൊടുക്കണം. വീണ്ടും അടുത്തൊരു ഷീറ്റ് എടുത്ത് വെക്കുക. അതുപോലെ തന്നെ എണ്ണ നല്ലപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മൈദയുടെ പൊടി വീണ്ടും നമ്മൾ അതിൻ്റെ മുകളിലിട്ട്, ഞാൻ ഇതുപോലെ ഒരു 5 എണ്ണമാണ് ആദ്യം ചെയ്തത്. 5 ഷീറ്റ് വെച്ച്, റൗണ്ട് ഷീറ്റ് വെച്ചാണ് ഞാൻ ചെയ്തത്. എന്നിട്ട് ഈ 5 എണ്ണം ഒരുമിച്ച് വെച്ചൊന്ന് പരത്തി കൊടുക്കണം. വലിയൊരു ഇച്ചിരി തിന്നാക്കി പരത്തണം. തിന്നാക്കി നല്ല റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കണം. ഇതേപോലെ. അപ്പോൾ ഒന്നിച്ച് എല്ലാം കൂടെ ആ 5 എണ്ണം കൂടെ ഒന്നിച്ചായി. ഇതേപോലെ. ഇനി നമുക്ക് ഒരു പാൻ എടുത്തൊരു മീഡിയം ഹീറ്റിൽ നമുക്ക് ജസ്റ്റ് ഒരു സൈഡ് 10 സെക്കൻഡ്, പിന്നെ തിരിച്ചിട്ടിട്ട് ഒരു 10 സെക്കൻഡും, അത്രയും മതി. ടോട്ടൽ ഒരു 20 സെക്കൻഡ്. അപ്പോൾ ഒരു സൈഡ് 10 സെക്കൻഡ്, പിന്നെ തിരിച്ചിട്ടിട്ട് ഒന്നും കൂടെ ഒരു 10 സെക്കൻഡ്. അത് കഴിഞ്ഞ് നമുക്കത് എടുക്കാം. ഇതേപോലെ. ഇനി നമുക്ക് എടുത്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ചൂട് മാറുമ്പോൾ ഇതുപോലെ ഇളക്കി നോക്കുമ്പോൾ നമുക്ക് ഷീറ്റ് വിട്ട് വരുന്നത് ഇതുപോലെ കിട്ടും. നമ്മൾ ആ ചൂടോടെ ചെയ്താൽ നമുക്ക് ഇച്ചിരി ഇതാവും, ഒന്ന് ഇളകി വരാൻ, പിന്നെ നമ്മുടെ കൈ ഒന്ന് പൊള്ളും.
പൊള്ളത്തില്ല, ഒരു ചെറിയ രീതിയിൽ നമുക്കൊന്ന് കൈ ഭയങ്കര ചൂട് പോലെ തോന്നിക്കും. ജസ്റ്റ് ഒന്ന് തണുപ്പൊന്നും മാറണ്ട, ജസ്റ്റ് ഒരു ചൂട് മാറിയിട്ട് ഇളക്കി താണ്ട് ഇതേപോലെ എടുക്കാം. എന്താണ്ട് നല്ല തിന്നായിട്ടുള്ള ഷീറ്റ്സാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്താണ്ട് വളരെ പെട്ടെന്ന് നമുക്കിത് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇതേപോലെ നമ്മൾ ഇളക്കി എടുക്കുക. ഇതേ രൂപത്തിൽ ഇളക്കി അങ്ങ് മാറ്റുക. കണ്ടോ, അതാണ്ട് എന്ത് അടിപൊളി ഷീറ്റാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. നമ്മളിപ്പം ഈ ഷീറ്റ് വെച്ച് സമൂസയ്ക്കും സ്പ്രിംഗ് റോളിനും മാത്രമല്ല, പിന്നെ മറ്റ് സ്നാക്സുകളൊക്കെ നമുക്ക് ഉണ്ടാക്കാം. അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് കട്ട് ചെയ്തെടുക്കാം. റൗണ്ടായിട്ടോ സ്ക്വയറായിട്ടോ പിന്നെ ഇങ്ങനെ റെക്റ്റാങ്കുലർ ഷേപ്പിൽ നീളത്തിലോ ഒക്കെ നമുക്കിത് കട്ട് ചെയ്തെടുത്ത് നമുക്കിഷ്ടമുള്ള ഫില്ലിങ് വെച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇനി നമുക്ക് സൂപ്പർ മാർക്കറ്റ്സിലൊന്നും പോയി സമൂസ ഷീറ്റ്സോ അല്ലെങ്കിൽ സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റ്സോ ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഇഫ്താറിനൊക്കെ തൊട്ട് മുമ്പ് ഒരു 1 hour മുമ്പ് ഈ ഷീറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് നമുക്ക് മസാലയൊക്കെ റെഡിയാക്കി ചെയ്താലും ചെയ്യാൻ. വേണമെങ്കിൽ നമുക്കിത് ഫ്രീസ് ചെയ്തും വെക്കാം. ഓക്കെ, ഇനി ഞാനിങ്ങനെ സമൂസയുടെ ഷീറ്റ് കട്ട് ചെയ്യുന്നതാണ്. ഇതുപോലെ എടുത്തിട്ട് നടുകയെ ഒന്ന് കീറി കൊടുക്കുക. ഞാൻ ഈ രീതിയിലാണ് സമൂസയുടെ ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതുപോലെ നടുകയെ ഒന്ന് കീറി കൊടുത്തിട്ട് ഇതൊരു 5 ഷീറ്റ് എടുത്താണ് ഞാൻ ഈ ചെയ്യുന്നത്. എന്നിട്ട് വീണ്ടും തിരിച്ചിട്ടിട്ട് അതിൻ്റെ പകുതിയാക്കുക. ആദ്യം ആ റൗണ്ട് ഷീറ്റിൻ്റെ പകുതി ആക്കിയിട്ട് ആ പകുതി എടുത്തിട്ട് വീണ്ടും പകുതി ആക്കുക. ഇതാണ്ട് ഈ ഒരു രൂപത്തിൽ ഇതാണ്ട് സമൂസയുടെ ഷീറ്റ് റെഡിയായി. ഇങ്ങനെ 5 എണ്ണത്തിൽ നിന്ന് നമുക്കൊരു 20 ഷീറ്റ്സ് സമൂസ ഷീറ്റ് കിട്ടും. അങ്ങനെ ഇപ്പോൾ ഞാൻ 400 ഗ്രാമിൻ്റെ ഷീറ്റ്സ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു 15 ഷീറ്റ്. അപ്പോൾ നമുക്ക് ഒരു 60 സമൂസ ഷീറ്റ് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കൊരു 400 ഗ്രാം ഇതിൽ നിന്ന് ഒരു 60 സമൂസ നമുക്ക് ചെയ്യാം. ഇനി ഞാൻ അടുത്ത സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റാണ് കാണിക്കുന്നത്. ഞാൻ എപ്പോഴും ഒരു സ്ക്വയർ ടൈപ്പാണ് എപ്പോഴും ഞാൻ ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡ് രണ്ടും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, ഓപ്പോസിറ്റ് സൈഡ്. പിന്നെ മേൽവശം അതുപോലെ താഴെ മേളിലും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റിനാണ് ഞാനീ ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ആ റൗണ്ട് ഷേപ്പിലും നമുക്കത് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷെ അത് വലിയൊരു സ്പ്രിംഗ് റോളിൻ്റെ ഇതാവും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ സ്ക്വയർ ടൈപ്പാണ് ചെയ്യുന്നത്. ഈ സൈഡ്സ് ഒന്നും കളയേണ്ട ഒരു ആവശ്യമില്ല. ഈ സൈഡ്സൊക്കെ നമുക്ക് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതും നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് കുറച്ച് മധുരമൊക്കെ അതിൻ്റെ മേളിൽ അല്ലെങ്കിൽ സ്പൈസി എന്തെങ്കിലും മസാല പൗഡറൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് അതും കഴിക്കാൻ. അപ്പം നമ്മുടെ സമൂസ ഷീറ്റും സ്പ്രിംഗ് റോൾ ഷീറ്റും ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ്ടേ എന്ത് എളുപ്പമല്ലേ ചെയ്യാൻ. ഇനി നമുക്കിത് സിപ്പ് ലോക്ക് ബാഗിലോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലോ ഇട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് സമൂസയുടെ ഫില്ലിങ്ങോ അന്നേരം സ്പ്രിംഗ് റോളിൻ്റെ ഫില്ലിംഗ് ഒക്കെ ഉണ്ടാക്കി ഇത് റോൾ ചെയ്തൊക്കെ വെച്ചിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കാമെന്നുള്ളൂ. അപ്പം നമുക്ക് ഇഫ്താർ ടൈമിൽ ഇത് ആവശ്യത്തിനനുസരിച്ച് ഇത് ഫ്രൈ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീണ്ടും പുതിയൊരു റെസിപ്പി ആയിട്ട് വരുന്ന വരെ താങ്ക് യു.